ലോകത്തിൽ എവിടെയാണെങ്കിലും സമാധാനമാണ് നീ. ഉറക്കമൊക്കെ എണീച്ച് കഴിഞ്ഞില്ല, ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക്. കാരണം കുറേ നല്ല വണ്ടികൾ പോണേ കൊണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ വന്ന പയ്യന്മാർ കിടന്ന് ഉറങ്ങാൻ കാണിച്ചില്ല. വേണ്ട ഒരുത്തൈ അടുത്തവൈ വേറെ അടുത്തുണ്ട് കാണിച്ചില്ല. ഇത് വേണ്ട കാലിൽ തണുപ്പടിക്കാൻ വേണ്ടി ബോക്സൊക്കെ ഇട്ട് എന്തൊക്കെ വേറെ ഒരുത്തെ അവൻ എണീച്ചാട്ടാ. ആ നിങ്ങൾ ഉറങ്ങിക്കോളിയാ, ശല്യപ്പെടുത്തല്ല. പേപ്പറൊക്കെ മൂടി അവൻ സുഖമായിട്ട് ഉറങ്ങി. എനിക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. നേരം വെളുക്കാന്ന് പറഞ്ഞ എൻ്റെ ഒരു ഷൂ ഒക്കെ വറ, എൻ്റെ ഒരു ഷൂ ആയി. കിട്ടി നേരം എടുത്ത് കാണിച്ചു തരാം. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. നേരം എടുത്തിട്ടും പയ്യന്മാരും എണീച്ചിട്ടില്ല. എനിക്കെന്തായാലും ഉറങ്ങാൻ പറ്റിയില്ല കേട്ടാ. കാരണം ഞാൻ ഈ വണ്ടിയിൽ സൗണ്ട് കേൾക്കണത് കൊണ്ട് ഉറങ്ങാനേ പറ്റിയില്ല. അമ്പോ നമുക്ക് കിടക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം സ്പോൺസർ ചെയ്ത കടയാണിത്. അതുകൊണ്ട് ഈ കാണുന്ന കട സ്പോൺസർ ചെയ്തതല്ല, നമ്മൾ ചോദിച്ച് അടുത്തവൻ തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടി കിടന്നുറങ്ങണത്. പാൻറ് വിടറാ, പോടാ പാൻറ് വിടറാ. ഓക്കെ രോമാനൊക്കെ എന്റെ പാൻറ്റൊക്കെ എടുത്തിട്ടതാണ്. ഇവിടെ ഇതിന്റെ അകത്ത് എന്താ ഇരിക്കാണ്, ഒരു റിമോട്ടും ഉണ്ട്. അത് ഇങ്ങടുത്താണ് എടുത്താട്ട് ഇവിടെ ഓട്. ഞാൻ എന്തായാലും പല്ല് വയ്ക്കാൻ പോകുന്നു. പല്ല് തയ്ക്കാൻ എൻ്റെ ഒരു ബ്രഷ് ഉണ്ട്. അപ്പൊ പല്ല് വയ്ക്കാൻ പോയാണ്. നേരത്തെ ബാത്റൂമിൽ പോയ അതേ വഴി ഇവിടെ ഇറുവിയൊക്കെ പറഞ്ഞു. ഇവനൊക്കെ നടക്കാനുള്ള സ്പേസ് ഇല്ല. ഈ സ്റ്റെപ്പ് ഉണ്ടായി ഇത്രയുണ്ട് സ്റ്റെപ്പ്. ഇവിടെ ഇവിടെ അലക്കാ പറഞ്ഞ ഒരു മാമൻ കിടന്നുറങ്ങി കഴിച്ചപ്പോ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങാൻ അനുവദിച്ച കടയില മുകൾ. വെള്ളം കേട്ടോ അവിടെ ഇതുണ്ടാ. അമ്പോ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയില്ലേ? എന്റെ മുഖം കാണാൻ എങ്ങനെയുണ്ട്? ഫ്രഷ് അല്ലേ? ഇനി ഒരു ചായ ആവാം. പല്ലൊക്കെ തേച്ച് നമ്മൾ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. ആശിഷി കൂടിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന കോഴിയെ പോലെ. വേണ്ട വീണ്ടും അവന്മാര് കാർബോണിന്റെ അകത്ത് കയറിയിരിക്കുകയാണ് എപ്പോഴും. ഇതാണ്ട് അടുത്തവൻ ഇതിനെ കാണിച്ചെന്നെയാണ്. ഒരു പോർട്ടുണ്ട്, 4-5 പേരും ഉണ്ട്. മാമനെ കണ്ട ഒരു താങ്ക് യു വീഡിയോയിൽ പറയണം. താങ്ക് യു. അതിനിപ്പം ഇത്രയും നേരം വെളുത്തിട്ടും
യവന്മാരെണീക്കുമെന്ന് തോന്നുന്നില്ല. ഓരോന്നായിട്ട് വിളിക്കാം. ഞെട്ടിക്കലാ പൊട്ടിക്കലാ? വിജു വിജു ഞെട്ടിക്കലാണോ പൊട്ടിക്കലാണോ? വായ് ഞാനേ കണ്ണാടി വയ്ക്കാത്തതാണ് കൊള്ളാനുള്ളത്. കണ്ണാടി വയ്ക്കണതാണ് കൊള്ളാനുള്ളതെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കമന്റ്. എത്ര പഞ്ചസാര തിന്നാൻ വേണ്ടി വന്നത്? അവൻ 2 ചായ, 1 സ്ട്രോങ്ങും 1 ലൈറ്റും. മധുരം കൂട്ടിയേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെല്ലാരും കോസ്റ്റ്യൂമൊക്കെ മാറി ചെത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീനിയൊക്കെ മാറാണ്ട്, വേറെ രൂപേഷ് മാറി, ആകാശും മാറി, അശ്വിനും മാറി. പോവാം വണ്ടി വിട്ടോയി. ഓ മാക്സിമം കിലോമീറ്റർ കവർ ചെയ്യാനാണ് നോക്കണം. കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി ഒരു 70 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പം അത് പിടിക്കാനാണ് നോക്കണം. അതിൻ്റെ ഇടയിൽ നല്ലൊരു ഫുഡ്, പ്രഭാത ഭക്ഷണം കിട്ടുന്ന കട ഉണ്ടെങ്കിൽ ചവിട്ടി ഫുഡ് കഴിച്ച് അപ്പം അതൊക്കെ സ്പോട്ടിൽ എന്താണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരും കാണാത്ത കാട്ടിലൂടെ പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് എന്നും രാവിലെ ഞാൻ കോളേജിൽ പോകുന്ന റൂട്ടോരുണ്ട്. ശനി ഞായർ വെച്ച് ഇന്ന് രാവിലെ കോളേജിൽ പോകുന്ന റൂട്ടോരുണ്ട്. പക്ഷേ അതേ ടെമ്പറേച്ചർ കേട്ടാ. പക്ഷെ ചില സ്ഥലങ്ങളുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് കൃഷി ഇടങ്ങട, പൈൻ ഫോറസ്റ്റ്, പിന്നെ പൈനാപ്പിൾ ചെടികൾ ഇങ്ങനെ നട്ടേക്കണ ആ സ്ഥലമൊക്കെ ഇത്തിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് എന്തായാലും കുറച്ചും കൂടി കൂടുതൽ പോകുമ്പോൾ അറിയാം. ഗായ്സ്, ഒരു നദി കണ്ടു. ഇവിടെ നിന്നൊരു ഫോട്ടോഗ്രാഫി ആവാം. ഗായ്സ്, അങ്ങനെ ഇവിടെ നിർത്തി എൻ്റെ ഫോണും പൊട്ടിച്ച് ഇനി എങ്ങോട്ടാണ്? ഫുഡ് കഴിക്കാനാണ്. അതെ, ഇനി നമ്മൾ ഫുഡ് കഴിക്കാനാണ്. കുറച്ചിങ്ങോട്ട് നടന്നപ്പം നമ്മളെ ചെറുകൻ ശ്രീഹരി കോർഡിനേറ്റർ ഒരു ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. സന്നദ്ധാനം. അപ്പോൾ കഴിച്ചിട്ട് കാണാം. അന്നദാനം കഴിച്ച് ഇഡലിയും സാമ്പാറും പിന്നെ കട്ടനും. പിന്നെ അപ്പോൾ 2 പയ്യന്മാർ പമ്പിൽ ഫോൺ ചാർജ് ഇട്ടിരിക്കണം. അപ്പോൾ അവിടെ നിൽക്കണം. ഇനി നമ്മളിനി അങ്ങോട്ട് ചെന്നാലേ അവർക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് വേണം. ഫുഡ് അടിപൊളിയാട്ടാ. പെട്രോൾ പമ്പിൽ വന്നിട്ട് വേറെ പമ്പിൽ നിന്ന് വാങ്ങിച്ച പെട്രോൾ ഒഴിക്കുകയാണ്.
ഒരു തുള്ളി പോലെ കളയില്ലെന്ന് പറഞ്ഞ 56 തുള്ളി കളഞ്ഞു. ഒരു തുള്ളി ഞാൻ കളയൂലെന്ന് പറഞ്ഞു. ഒരു തുള്ളിയെ കളയൂലെന്ന് പറഞ്ഞോളൂ കളിയാ. ഒരു കപ്പ് കളയൂല്ലേ? ഇതുവരെ നമ്മുടെ വാഗമൺ എത്തി. ഇന്നലെ രാത്രി 20 കിലോമീറ്റർ വാഗമണ്ണായാലും നമ്മുടെ നാടായാലും ഇത് തന്നെ അവസ്ഥ. എവിടെ നോക്കിയാലും റോഡ് പണി. അങ്ങനെ വാഗമൺ അടുത്തെത്താറായി. ഇനി എത്താൻ വെറും 7 കിലോമീറ്റർ മാത്രം. അയ്യോ ബസ്. ഇവിടെ ഒതുക്കാം. ഒരു പയ്യനും കൂടി വരാണ്ട്. ആമക്കോട്ടെ ഇതുവരെ ആകാശ് ഹിഡൻ സ്പോട്ട് കണ്ടുപിടിച്ച്. ഗായ്സ് വ്യൂ ഗായ്സ്, നിങ്ങൾ ഈ വ്യൂ കണ്ടോ? ഇങ്ങനെയുണ്ട്. ഇതൊരു തുടക്കം മാത്രം. അപ്പൊ ഇനി ഇവിടെ നിന്നും വിടാൻ പോവുകയാണ്. കുറച്ച് ഇനി കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് ഇനി ഒരു 7 കിലോമീറ്റർ സംതിങ് ഉള്ളു. മേലെ ടോപ്പ് എത്തായി. നല്ല വണ്ടി. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഒന്നുകൂടെ എടുക്കാം. ഞാൻ ഇരിക്കാം തറയില്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളിനി വെറും 5 കിലോമീറ്റർ മാത്രം. ചെറിയ തണുപ്പൊക്കെ അടിച്ചു തുടങ്ങി. ഇത്ര നേരം വാഗമണ്ണെന്ന് പറയാൻ പറ്റും. ഇത്ര നേരം എന്റെ വീട്ടിന്റെ അവിടുത്തെ ടെമ്പറേച്ചറിനെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം വാഗമണിന്റെ ആ വൈബ് നമ്മൾ ആസ്വദിക്കാൻ ഇനി 5 കിലോമീറ്റർ മാത്രം. നമ്മുടെ പയ്യന്മാരെല്ലാരും ഉണ്ട്. ഇപ്പൊ എല്ലാരും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മുകളിൽ ചെന്നിട്ടാണ് ബാക്കി. കണ്ടോക്ക്. കുരിശുമല ബോർഡ് കണ്ട. മുട്ടക്കൊന്ന് കൊട്ടിക്കോണം കുരിശുമല. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ കുരിശുമല കയറിയിട്ടുണ്ട്. ഇവിടെ സീന കേട്ടാ. ഒരു നല്ല രീതിയിൽ തേയിലത്തോട്ട് നല്ല രീതിയിൽ ഫാം ചെയ്തിട്ടുണ്ട്. മാത്രമേ ഉള്ളൂ. ഗായ്സ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ തേയില തൈക്ക് എത്ര വർഷം അതിന് ആയുസുണ്ടെന്ന് അറിയാമോ? നിനക്കറിയാമോ? 500 വർഷം ഒരു തേയില ചെടിക്കുണ്ട്. അതറിയാം. കുറച്ച് റൂട്ടുണ്ട്. നല്ല വ്യൂ ഉള്ള സ്ഥലമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കലിട്. ഗൈസ് നമ്മളപ്പോ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ അകത്ത് വെച്ച ഒരു വണ്ടിക്ക് 10 രൂപയെന്ന് 2 വീലറിന്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നമ്മളെടുത്തോ. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു. ഇനി ടേക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഈ സാധനമൊക്കെ വരണം. ആരോ മാർക്കുണ്ട്. ഇത് ടർമ്മനുണ്ട്.
അതുകൊണ്ട് അവിടെ ഉണ്ട്. ഗായ്സ്, യാശുവിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാം. അയ്യോ അണ്ണൻ കൈയടിച്ച് വിളിച്ചിട്ട് ഇറങ്ങാൻ. ഇത് കൊമ്പ് കുറിച്ച് വരി. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ട്. റോഡ മേലെന്തരാണ്? പള്ളിയാ? പോവാടാ. ഇതുണ്ടോ അവിടെ? അവളുണ്ടോ? കൊക്കെന്ന് പറഞ്ഞപ്പോ ഓർമ്മയില്ല. ഗായ്സ്, ഇപ്പൊ കിട്ടിയ ഒരു അറിവാണ് ഈ കുരിശുമല എന്ന് പറയുന്നത്. യേശുവിനെ അടിച്ചടിച്ചിങ്ങനെ കൊണ്ടുപോയല്ലോ. അപ്പോ എന്തോ പൊട്ട തെറ്റാണെന്ന് എനിക്കറിഞ്ഞൂടെ. എനിക്കിപ്പോ ഒരാള് പറഞ്ഞു തന്നെ അടിച്ചടിച്ച് കൊണ്ടുപോയപ്പോ ഉള്ള ഓരോ സ്ഥലം, ഓരോ മുറിവുകളെ ഇതാക്കിയാണ് ഇവിടെ ഓരോ ഇങ്ങനത്തെ സംഭവം വെച്ചിരിക്കണം. ഇങ്ങനത്തെ സംഭവം വെച്ചിരിക്കണെന്ന് പറയണ. ഇനിയും ഓരോ അടിയിട്ട സ്ഥലത്ത് മേലോട്ട് ഉണ്ടെന്നാണ് പറയണത്. നമുക്ക് നോക്കാം. ഇങ്ങനെ ഓരോ യേശുവിനെ അടിച്ച് മുറിവേൽപ്പിച്ച ഓരോ കല്ലുകളാണ് നിങ്ങൾ കാണുന്നത്. 1, 2, 3. ഇതെന്തരാന്ന് അറിയത്തില്ല. താഴെ നിങ്ങളുടെ 2, 3 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റായി. ഗൈസ്, എങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് ഫോട്ടോ എടുക്കാനാണ് നമ്മൾ ഓരോ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. ഇതിപ്പോൾ തണുപ്പ് കൊണ്ട് ഫീൽ ചെയ്യാനും നമുക്ക് പറ്റും. ഓരോ ഫ്രെയിമും അശ്മിൻ പകർത്തുന്ന ഫ്രെയിം ഫുള്ള്. ഈ ഫോട്ടോയിൽ ഒരു 3rd റൂൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് അവൻ്റെ അരികത്തോടി പോയിട്ടില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ കുരിശുമലയിൽ എന്താ പറഞ്ഞോടെ എന്റെ വൈഫ് മെറ്റീരിയലിനെ എവിടെ വെച്ച് കണ്ടു? സ്വപ്നത്തിലല്ല ഗൈസ്, യഥാർത്ഥത്തിൽ കണ്ടു. ഇവിടെ കുറെ സ്കൂൾ വണ്ടികളൊക്കെ ഉണ്ട്, എല്ലാവരെയും ഉണ്ട്. എന്റെ ആ പ്രിയങ്കരിയെ ഞാൻ കണ്ടുമുട്ടി. എവിടെയാ പ്രിയങ്കരി? എവിടെയെന്ന് പറഞ്ഞോട്ടെ, ഏതെങ്കിലും ഒരു ബസ് കാണും. കാണിച്ചെടുക്കണ്ടേ? സുമ്മാറേ പറ്റില്ല. നിങ്ങളെ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ടോ? ഇഫ് യു നൗ യു നൗ.
ചെറുതുണ്ടല്ലേ? ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും എന്താ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ബൈക്കിൽ നിന്നെടുത്തൊന്ന് ഇനി ബൈക്ക് എടുക്കുക, പോവുക. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ ചെയ്തിട്ട് കാണാം. ഇതിപ്പോ നമ്മള് കുരിശുമല കയറി, വാഗമണ് അടുത്ത് തന്നെ കുരിശുമല. അത് കഴിഞ്ഞ് തൊട്ട് ഒരു 3 കിലോമീറ്റർ അല്ലേടാ, 3 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തായാലും നോക്കാൻ ജസ്റ്റ് പോകണം. എന്തായാലും ഇതുവരെ വന്നതല്ലേ, ജസ്റ്റ് നോക്കാൻ ജസ്റ്റ് പോകാനും. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് ബൺമസ്ക് കണ്ടിട്ട് തിരിഞ്ഞാ നോക്കാതെ പോയി. ഇപ്പോൾ നമ്മൾ തിരിച്ച് ട്രൈ ചെയ്താൽ വന്നിരിക്കുകയാണ്. ജസ്റ്റ് ട്രൈ ബൺമസ്ക്. രൂപ ഒരെണ്ണം 50. ചായ പേരായിട്ടാ ഇതൊക്കെ വല്ലപ്പോഴും അതില്ല വാങ്ങിക്കാം. 4 ചായ പറയണം. ഇതുകൂടെ 200 രൂപ. ഒരു വണ്ടി 50 ഉണ്ടാവും. 4 വണ്ടും അല്ല അമ്മ കൊടുക്കും. രണ്ടാക്ക് മുറിഞ്ഞല്ലേ ഇരിക്കണ. ഇങ്ങനെ ഊരി ചായ പൊടി. പക്ഷേ വണ്ടി ചരിക്കല്ലേടാ, വണ്ടി ചരിക്കല്ലേ ഗൈസ്. അപ്പൊ ബൺമസ്ക് ട്രൈ ചെയ്തോക്കാം. ചായയിലൊരു മുക്ക്. വണ്ടി ആണല്ലേ അമ്മോ. സെറ്റ് സാധനം ഇഷ്ടപ്പെട്ടു. കൊള്ളാമോ? പൈസ കൊടുക്കും. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും ഷോപ്പിംഗ് നടത്തി. കുറച്ച് മുട്ടായി, കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ളവരൊക്കെ വാങ്ങിച്ച്. ഇനി എവിടെയാണ് പോകണമെന്ന് പറഞ്ഞു, അത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ. നമ്മളിപ്പോൾ നല്ല ടയേർഡാണ്. കാരണം ടൗണിൽ പോയാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 100 രൂപയ്ക്ക് ഒരു ബിരിയാണി നമ്മൾ കടയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഈ ട്രിപ്പ് ബഡ്ജറ്റ് കുറച്ച് എങ്ങനെ പോകാന്നാണ് നോക്കണം. ഫോട്ടോഗ്രാഫ് ഓഫ് ആകാശ്. നമ്മളെന്തായാലും ഇപ്പം ബൺമസ്ക് ട്രൈ ചെയ്ത്, പിന്നെ കുരിശുമല പോയി, പിന്നെ വാഗമൺ പാർക്കിൽ പോയി. ഇനി നമ്മളൊരു പൂളിലോട്ടാണ് പോകണം ഫുഡ് കഴിക്കണതിന് മുമ്പ്. ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബിരിയാണി, ഞെട്ടിക്കൽ അല്ലെങ്കിൽ പൊട്ടിക്കൽ ബിരിയാണി കിട്ടുമെന്നാണ് ചോദിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ
നമ്മൾ ഞെട്ടുന്ന പ്രൈസിൽ ഒരു കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ അത് അൺലിമിറ്റഡ് അല്ല, അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം ഒരു അമ്പാടി ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോണ് പറ്റുമെങ്കിൽ ഹോട്ടലൊന്ന് ചാർജ് ചെയ്യണം, ചാർജും ഇല്ല. ഇനി പൂളിലൊക്കെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്, നിങ്ങൾ കണ്ട് നോക്ക് ഗൈസ്. അപ്പോൾ കണ്ടോക്ക് ബിരിയാണി പറഞ്ഞതിൻ്റെ ഒരു ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം. അതിന് ശേഷം ഫോൺ ചാർജ് ചെയ്തിട്ട് ബാക്കിയാണ്. ഇല്ല, ഇനി 2 എണ്ണം ഉണ്ട്. തരാം. ഞണ്ടിക്കൽ അയ്യോ കറക്റ്റ് കിട്ടിയളയാ. നിന്നെ കൊണ്ട് പറ്റുകളിയാ. നോർമലാളിയാ പറഞ്ഞ അവൻ ഞെട്ടിക്കലല്ല. സോ കഴിച്ച അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ഇവിടെ അടുത്തൊരു പൂള് പോലത്തെ ഒരു സംഭവം ഉണ്ട്, എന്ന് വെച്ചാൽ ഒരു പോണ്ട്. അപ്പം അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വിചാരിച്ചു. ചിലപ്പം കുളിക്കും. പയ്യന്മാരെല്ലാം റെഡിയാണ്. ഗൈസ് നമ്മളിപ്പോ പോകുന്ന സ്പോട്ട് അധികം അങ്ങനെ ആയിരിക്കും അറിഞ്ഞുകൂടാ. ഒരൊറ്റ റീല് കൊണ്ട് വൈറലായ ഒരു സ്പോട്ടാണ്. അപ്പോ അങ്ങോട്ടാണ് നമ്മളെ പോണത്. ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സ്പോട്ടിലല്ലേ നമ്മൾ ആർക്കും അറിഞ്ഞൂടാത്തൊരു സ്പോട്ടിലാണ് പോണത്. റീൽസിലൊന്നും ഭയങ്കര തിരക്കാണ്. ആരും ഇട്ടിട്ടില്ല. നമ്മൾ ആദ്യം പോണം. അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബാക്കി കാണിച്ചു തരാം. ഇതിലേ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പോണ സ്ഥലത്ത് 2 കിലോമീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെള്ളം വാങ്ങിക്കാൻ തിരിക്കണം. തിരിച്ചു വരുമ്പോൾ അടപ്പളവാതിരിക്കും. മിനറൽ വാട്ടർ 20. നമ്മൾ പോകുന്ന വഴിയാണ്. അമ്പോ പോട്ട് കൊള്ളാം. നടക്കാൻ കുറെ ഉണ്ടെന്ന് പറയുമ്പോ 2 കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞ ഒരു മാമി പറയണ്ടായിരുന്നു. നമ്മൾ നടന്നങ്ങ് പോയ. എല്ലാം കൂടെ ഒരു 50,000 രൂപ വിലയാ. ഇതുവരെ ആരും കാണാത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ചുമ്മാ വേറെ പയ്യന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ റീൽസ് കണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. പക്ഷെ അതിലങ്ങനെ വഴിയൊന്നും അത്ര കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ വഴി നമ്മൾ കണ്ടുപിടിക്കണം. വഴി അങ്ങനെ അറിഞ്ഞുകൂടാ. ഇവിടെ ചോദിക്കാനും ആരുമില്ല. അയ്യോ, ജസ്റ്റ് ഒന്ന് വഴിയേറ്റേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അപ്പേ തളർന്നു. അപ്പം തിരിച്ച് 2.5 കിലോമീറ്റർ നടക്കണമെന്ന് ആലോചിച്ച് നോക്ക്. കിതക്കാണ്. അമ്മ പിച്ചകച്ച പാവുകൾക്കും അപ്പുറം പവൻ എത്രയെന്ന് നമ്മൾ ഇത്രയും ദൂരെ ഈ പെട്രോൾ അടിച്ചു വന്നിട്ട് ഈ കുറ്റിക്കാട്ട് വഴി കയറിപ്പോയി കണ്ടുപിടിക്കാൻ പോകുന്ന സ്ഥലം. കണ്ടുപിടിക്കാന്ന് പറയാൻ നമ്മൾ റീൽസിൽ കണ്ട് നേരിട്ട് കണ്ടുപിടിക്കാൻ പോകുന്ന സ്ഥലം കണ്ട അത് വെറുത്താണ് വെറുത്തല്ലേ എന്ന് നമ്മളെ പയ്യന്മാരും ഞാനും പറഞ്ഞു. ഓക്കെ ഗൈസ്, സോ ലെറ്റ്സ് ഗോ. Not stable version guys, but I will make it stable.
സോ ഇതാണ് വ്യൂ. പയ്യന്മാരുണ്ടെങ്കിൽ ഇത് കൂടി നല്ലപോലെ കിട്ടിയാണ്. എങ്കിലും ഇത് കണ്ടോ, ഇതാണ് നമ്മൾ പോണ റൂട്ട്. നോക്കി നടന്നില്ലെങ്കിൽ മൂക്ക് തല്ലും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് യാത്രകളാണ്. യാത്രയിൽ നമ്മൾ കണ്ടെത്തിയ ഒരു മെത്തെന്തിനാണ്? ഭൂമിയിലെ വലിയൊരു ഭൂമി നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നോ? ഭൂമിയിലെ പ്രപഞ്ച സത്യങ്ങളേക്കാണ് ഗായ്സ് നമ്മളിപ്പോ പോകുന്നത്. അത് കണ്ടോ, ചെറിയൊരു ഭൂമിയിലെ വലിയൊരു ഭൂമി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഞെട്ടിക്കലില്ല. പൊട്ടിക്കട്ടോ എടാ മറ്റേ അതെടുക്കാളിയാ. വൈ ഡിഡ് യു ട്രാവൽ 173 കിലോമീറ്റർ? ഗായ്സ് നമ്മൾ താണ്ടി വന്ന സ്പോട്ട് ഇങ്ങപ്പാറ തമ്പി. ഇതല്ല സ്വർഗം, ഇതിലാണ് സ്വർഗം. നിക്കറില്ലേ? ഓ ഓ ഓ കണ്ടുപിടിച്ചു. ഫൈൻഡ് ദാറ്റ് സ്പോട്ട്. രണ്ട് ടൈപ്പ് കുളം ഉണ്ടല്ലോ ഇതിന്റെ അകത്ത്. നിരങ്ങി നിന്ന് അപ്പുറത്തെ കുളത്തിൽ വീഴാം. കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് കളിപ്പിക്കണം. നമ്മൾ ഇതുവരെ നടന്നു വന്നത് ചുമ്മയായില്ല. ഇനി താഴോട്ട് ഇനി നടക്കാണ്ട് നടക്കും. അത്രേ ഉള്ളൂ. എണീര് ആശിന്, എണീര്. വാടാ, ഞാൻ തന്നെ പോവാൻ പോണേ ചേട്ടാ. നിങ്ങൾ പറഞ്ഞ വാടേ. എണീച്ചു, പയ്യന്മാരെല്ലാരും എണീച്ചു. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും നടക്കുന്നു. വീഡിയോ എടുക്കണോ? എടേ ഷൂ ഇവിടെ ഊരിയിട്ടിട്ട് പോവാം. ഷൂ നനയോടാ. ഷൂ ഉള്ളു. അതിനൊരു വഴിയുണ്ട്. എങ്ങനെയെന്നറിയില്ല, കാല് മുറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ തളരില്ല. എങ്ങനെയാന്ന് പറ, കാല് മുറിഞ്ഞു. അട്ടടിച്ചായിരിക്കും വിച്ചുവിന്റെ കാല് മുറിഞ്ഞു. പോടാ. പക്ഷെ എന്നെ നഖം പോയ പോലെ തോന്നുന്നില്ലേ? ഒരു കയ്യിൽ ഷൂ, ഒരു കാലിൽ കാൽ, ഒരു കയ്യിൽ ബാഗ് ആൻഡ് ഒരു കയ്യിൽ ഫോൺ. I am a management person. I will manage everything every time. So now we have
going to bath in pond. So, oh man, this way is two obstacles like മുള്ളുണ്ട്. വിളിച്ചാ ഫോൺ എടുക്കാന്ന് പറയണേ. ശവി നീന്താ അറിയാമോളാ ഇള ചെറുക്ക അയ്യോ അയ്യോ മത്സ്യാനികേ നില്ലി അയ്യോ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മള് കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് പോകാനുള്ള തിരക്കിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നല്ലേ കുളി? സൂപ്പറായിരുന്നു, നല്ല ആകാശം. എങ്ങനെ ഉണ്ടായിരുന്നു കുളി? കുളിയെന്ന് വെച്ചാ ഒരു അടിപൊളി കുളിയാണ്. നീ കുളിച്ചിരുന്നില്ലേ? കുളിച്ച പയ്യന്മാരുണ്ട്. ശ്രീഹരി, എങ്ങനെ ഉണ്ടായിരുന്നല്ലേ കുളി? ഗൈസ്, അപ്പം നമ്മൾ ഈ സുന്ദരമായ പ്രപഞ്ചത്തിന്റെ ഈ കുഞ്ഞു ഭാഗത്തിൽ നിന്ന്, ഈ കുഞ്ഞു സ്ഥലത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ ടാറ്റ പറയുന്നു. ഇങ്ങനെ എന്തൊരു കല്ലെറിഞ്ഞ് കളിക്കണം. they were enjoying and we were say that goodbye. So guys, അങ്ങനെ നമ്മൾ കുളിച്ച് തിമിർത്ത് ഒന്ന് ഫ്രഷായി, നല്ല രീതിയിൽ ഫ്രഷായി. പക്ഷേ നല്ല ക്ഷീണമുണ്ട്, ഉറക്കത്തിന് ക്ഷീണം. അതും കൂടി ഒന്ന് ഓക്കെയാണ്. പക്ഷേ ഇന്ന് നമുക്ക് നേരത്തെ വീട്ടിൽ പോകണം. ഇനി നേരെ വീട്ടിലോട്ട് പോകുന്നപ്പം ഇനി അങ്ങനെയുള്ള റൈഡായിരിക്കും. നേരെ ഒരു ചായ കുടിക്കണം, വീട്ടിലോട്ട് പോകണം. അതാണ് പരിപാടി. ഓ, അങ്ങനെ ഫൈനലി വണ്ടി ഇരിക്കുന്നിടത്ത് എത്തി, ജംഗ്ഷൻ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി 170 കിലോമീറ്റർ ഒരൊറ്റ വിടലാണ്. ഇനി നിർത്തലേ ഇല്ല. അപ്പൊ നിർത്താതെ ഒരു ചായക്കടയിൽ ചിലപ്പോൾ നിർത്തും. ചായ കുടിച്ചിട്ട് നിർത്താതെ ഒരൊറ്റ ട്രിപ്പായിട്ട് നമ്മൾ വീടൊക്കെ പിടിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും ഈ ട്രിപ്പ് മോസ്റ്റ് മെമ്മറബിൾ ട്രിപ്പായി മാറും. നിങ്ങൾ വ്ളോഗ്
ഇഷ്ടപ്പെട്ടെന്നല്ല ഇരിക്കുന്നു. എന്തായാലും കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് ഇവിടുത്തെ സീനറികൾ. നിങ്ങളെ ഞാൻ ഇനിയും കാണിച്ചു തരും. കണ്ട പോലെ ചായ ഇല്ലാതെ തരാം. എങ്ങനെ വേണം തരാം. ഇന്നത്തെ രണ്ടാമത്തെ ഇതാണ് അഡിക്റ്റ് ആയി നമ്മള്. അഡിക്റ്റ് ആകാം. ഇവിടെ അടുത്തുണ്ടോ? അങ്ങ് അകവണ്ണം വെച്ചിട്ടുണ്ടോ? അതൊന്നും ഉണ്ടായിരുന്നു. തീർക്കാൻ വേണ്ടി വാരി പൊത്തേന്. അങ്ങനെയല്ല, സാധനം ഇരിക്കില്ലേ. പയ്യൻ എല്ലാരും കൂടി ചിക്കൻ മന്തി 100 രൂപ കണ്ടേ കൊണ്ട് വന്നതാണ്. ചിക്കൻ മന്തി 100 രൂപ കേട്ടാ നമ്മൾ ഇവിടെ നോക്കാം. ചിക്കൻ മന്തി 100 രൂപയാണോ? 100 രൂപയാണോ അതിലെ കേട്ടാ? 100 രൂപയാണോ? 100 രൂപയാണോ? ശരിക്കും 100 രൂപ? ശരിക്കും 100 രൂപ. 100 രൂപ? 100 രൂപ ചിക്കൻ മന്തി കിട്ടുമോ? എവിടെ കിട്ടും? സ്ഥലം? ഈ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ വന്നാൽ ചിക്കൻ മന്തി കിട്ടുന്നതായിരിക്കും. ഇനിയുള്ളത് ഞെട്ടിക്കൽ മന്തിയാണ്. ലൊക്കേഷൻ കൂടെ ഒന്ന് പറയാമോ? ഇത് പിന്നെ പത്തായപ്പടി നടുക്കല് ഇരാറ്റുപേട്ട. നമ്മൾ ചിക്കൻ മന്തി വാങ്ങിച്ച് ബാഗിലൊക്കെ ആക്കി പാർസലാണ് വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കാൻ. നമ്മളെന്തായാലും 6 മണിയായി. ഇപ്പോഴേ വാങ്ങിച്ച് കഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ 7 മണിയായി. അപ്പോൾ എന്തായാലും വീടൊക്കെ നല്ല ലേറ്റാവും. അപ്പോൾ ഈ 100 രൂപയ്ക്ക് അവിടെ ബോർഡ് കണ്ടോട് പിന്നെ കയറി വാങ്ങിച്ച്. പിന്നെ ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. കുറച്ച് പൈമാരും കൂടി വരാനുണ്ട്. അപ്പോൾ അവരെയും കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ചായ കുടിക്കാം. വേണ്ട, നമുക്ക് മറ്റേ ഉഴുന്നോടെ തന്നെ അടുത്ത ഉഴുന്നോടെ. എങ്ങനെ നമ്മൾ പുറകില് നിങ്ങൾ ഇവിടെ വല്ല കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? പുറകില് ചന്തി ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അത്ര മാത്രം കുത്തി ഞാൻ ഈ ഒരു സ്ട്രിപ്പ് അതിന് ഇരുന്നിരുന്ന് ഒരു പരുവാകും. വണ്ടിക്ക് പെട്രോൾ അടിക്കുകയാണ്. പെട്രോളിൽ അടിയോടടിയാണ്. ഈ പെട്രോൾ എല്ലാം അവിടെ പോണെന്ന് ഈ വണ്ടിക്ക് മാത്രം നല്ല നിശ്ചയമാണ്. ഈ വണ്ടിക്കൊന്നും ഒരു നിശ്ചയവുമില്ല. അപ്പോൾ ഗായ്സ്, നമ്മൾ പാർസൽ ഇപ്പോഴാണ് തിന്നുന്നത്. എൻ്റെ പാത്രമൊക്കെ ഇരിക്കണമെന്ന് ഞാണെങ്കിൽ ചമ്മന്തിയായി. മണമടിച്ച് ഒരു കൂട്ടം പട്ടികൾ ഇവിടെ എത്തിയതാണ്. കുറെ പേരെ ഓട്ടിച്ച്.
അങ്ങനെ നല്ല ചിക്കൻ മന്തി കഴിച്ചു. ഇനി നമ്മളിപ്പോ ഇത്ര നേരം ഒറ്റ സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ ആ ചായ കുടിക്കാൻ ഇറങ്ങിയല്ല പിന്നെ അവിടെ നിന്ന് ഒറ്റ സ്റ്റെപ്പിൽ ഒരു 90 കിലോമീറ്റർ കവർ ചെയ്ത് ഇനിയും ഒരു 60 സംതിങ് ഉണ്ട്. അപ്പൊ അതത്രയും കൂടി പോയാലേ നമുക്ക് വീടെത്താൻ പറ്റൂ. ഇപ്പോഴാണ് സമയം 10:21. ഇപ്പം 10:21 ഇതൊരു വീടെത്തിയില്ല. മണി വീടെത്തുമ്പോൾ 12:30 ആവുമായിരിക്കും. കാരണം ഇനിയുണ്ട് 60 സംതിങ് കിലോമീറ്റർ ഇനിയുണ്ട് കവർ ചെയ്യാൻ. വീടെത്തണം, ഒന്ന് കിടന്നുറങ്ങണം. ബൈക്ക് ഇരുന്ന് എൻ്റെ ഗായ്സ് നമ്മളങ്ങനെ ഇരുന്ന സ്ഥലം നല്ല നീറ്റായി ക്ലീനാക്കി വൃത്തിയാക്കി ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. highly modified vehicle imported from Kothur. അപ്പൊ ഗായ്സ് നമ്മളുടെ ഈ ട്രിപ്പ് തുടങ്ങിയത് ഈ പമ്പിൽ നിന്നാണ്. അങ്ങനെ നമ്മുടെ ഇവിടെ തന്നെ എത്തിയപ്പോൾ അശ്വിന്റെ വണ്ടിയിൽ കിലോമീറ്റർ കാണിക്കുന്നത് 376 കിലോമീറ്റർ താണ്ടി. ഗായ്സ് നമ്മള് വാഗമണ്, കുരിശുമല, പിന്നെ അവിടെ മുട്ടക്കുന്ന്, ഈ 3 സ്ഥലത്ത് പോയി 376 കിലോമീറ്റർ 400 രൂപയ്ക്ക് പെട്രോൾ അടിച്ചോണ്ട് ഈ വണ്ടിയിലേ പറ്റൂ. അപ്പോ വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. കൂടെയുള്ള പയ്യന്മാരൊക്കെ നേരത്തെ പിരിഞ്ഞ് വീട്ടിൽ പോയി. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.